പതിവ് പോലെ മൊസാദ് എന്ന ചാരസംഘടനയുടെ അതിശാസ്ത്രീയവും അതിവൈദഗ്ധ്യം നിറഞ്ഞതുമായ ശത്രു സംഹാരത്തിന്റെ വീരകഥകളാണ് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നത്. ലബനീസ് ജനതയ്ക്ക് മേലുള്ള ആക്രമണം എന്ന് പറയുമ്പോഴും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് എന്നതുകൊണ്ട് തന്നെ ഇരവാദം വേണ്ടതുപോലെ ലെഫ്റ്റ് ലിബറൽ പരിഷ്കരണവാദികളുടെ മനസ്സിൽ പോലും എത്തുന്നില്ല. ഇറാന്റെ പിന്തുണയോടെ വളർന്നു പന്തലിച്ച ഹിസ്ബുള്ളയെ മുച്ചൂടും മുടിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ഇസ്രായേൽ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന്റെ തെളിവായി ഇത് മാറുന്നു. ഹമാസ് ആണ് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ യഥാർത്ഥ ശത്രു. ഹമാസുമായാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ഹമാസിനെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ആ യുദ്ധത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലേക്ക് തുരുതുരെ മിസൈലുകൾ അയക്കുന്ന ഹെസ്ബുള്ളയെ ഇല്ലാതാക്കേണ്ടതും ഹമാസിനെ ഇല്ലാതാക്കാൻ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഇങ്ങനെയൊരു ആസൂത്രണം നടത്തിയത്. സുരക്ഷാ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഹെസ്ബുള്ളയ്ക്ക് ഇതിനേക്കാൾ വലിയ തിരിച്ചടിയില്ല. ഹിസ്ബുള്ളയുടെ സ്രഷ്ടാക്കളായ ഇറാന് ഒന്നും മിണ്ടാതിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ.